ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. തിരിച്ചുപോയി വന്നപ്പോഴേക്കും അവര് വീടും പൂട്ടി പുറത്തുപോയി. അയ്യോ, ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? രണ്ടുപേരെയും പല പ്രാവശ്യം വിളിച്ചതാ. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും നീ കയറി തലയിടാൻ നിക്കണ്ട. കുട്ടികൾ അറിയേണ്ട കാര്യങ്ങൾ മാത്രം അറിഞ്ഞാ മതി. എന്തായി മോളെ? ഒന്നും പറയുന്നില്ല. ഊർമിള എന്നോട് പിണങ്ങിയ പോയെന്ന് തോന്നുന്നു. അവള് തന്ന് സഹായിച്ച പണം ആരോ മോഷ്ടിച്ചു എന്നറിഞ്ഞിട്ടും ഒരതൃപ്തിയും അവള് കാണിച്ചില്ലല്ലോ. വീണ്ടും പണം തന്ന് സഹായിക്കാന്നല്ലേ പറഞ്ഞത്? ഒരാൾക്കങ്ങനെ പണം തന്ന് സഹായിക്കാൻ സന്മനസ്സുണ്ടെങ്കിൽ ആ സന്മനസ് ചൂഷണം ചെയ്യാൻ പാടില്ല. സഹായം നിരസിച്ചതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഇപ്പോ വല്ലാത്തൊരു ആത്മസംതൃപ്തിയാ ഉള്ളില്. വാതിൽ പൂട്ടിയിരിക്കുകയാണല്ലോ. മനോജ് ഹരിത എവിടെ പോയി? മനോജേ, ഹരിതേ, ഊർമിളയെ കാണാൻ പോകുന്ന വിവരം മനോജിനോട് ഹരിതയോട് പറഞ്ഞിട്ടില്ല. പറഞ്ഞ് പോകാൻ ഹരിത അനുവദിക്കില്ലെന്ന് അറിയാവുന്നത് കൊണ്ടാ പറയാതിരുന്നത്. ഹരിതയുടെ വീട്ടിൽ ചന്ദ്രിക അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ ഊർമിള അറിയാൻ പാടില്ലെന്ന് ഹരിതയ്ക്ക് നിർബന്ധം ഉണ്ടാവും. തനിക്ക് വേറെ താമസ സ്ഥലം ഊർമിള കണ്ടെത്തുന്നുള്ള ഭയവും ഹരിതയ്ക്കുണ്ടാവും. ഹരിത വീട് പൂട്ടി ഒന്നും പറയാതെ പോയത് എന്നോടുള്ള വൈരാഗ്യം കൊണ്ട് തന്നെ ആയിരിക്കും. ഏതായാലും ഒന്ന് വിളിച്ചു നോക്കാം. രണ്ട് ഫോണിലും റിംഗ് ഉണ്ട്, പക്ഷെ രണ്ടാളും ഫോൺ എടുക്കുന്നില്ല. എന്റെ കോൾ അറ്റൻഡ് ചെയ്യാൻ പാടില്ലെന്ന് ഹരിത മനോജിനെ വിലക്കിയിട്ടുണ്ടാവും. ഇനി എന്ത് ചെയ്യും? അകത്ത് കയറാതെ പുറത്തുനിന്ന് വിഷമിക്കട്ടെ എന്നുള്ള ശിക്ഷയാവും മരുമോൾ അമ്മായിമ്മയ്ക്ക് വിധിച്ചത്.
അച്ഛാ, ആ. അമ്മയെ ഡോക്ടറുടെ അടുത്ത് ചെക്കപ്പിന് കൊണ്ടുപോകേണ്ട സമയമായി. ആംബുലൻസ് വിളിച്ചല്ലേ കൊണ്ടുപോകാൻ പറ്റൂ. അച്ഛമ്മയ്ക്കിപ്പോ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അധികം വൈകാതെ പഴയ രീതിക്ക് വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. അതെ, വരണം. അമ്മയെല്ലാം മനസ്സിലാക്കുന്നുണ്ടെന്ന് അമ്മയുടെ ഭാവങ്ങളിൽ നിന്ന് മനസ്സിലാവും. ചുറ്റും കണ്ണോടിച്ച് വിനുവിനെ തിരയുന്നുണ്ടായിരുന്നു. അവരിതെവിടെയാ മോളെ പോയത്? പാവം, എല്ലാരും കൂടി തെരുവിന്ന് എടുത്തു വളർത്തിയവനെന്നൊക്കെ പറഞ്ഞപ്പോ വിനുവേട്ടൻ ആകെ തളർന്നുപോയി. സത്യം പറഞ്ഞ അച്ഛമ്മയുടെ ജീവൻ എടുക്കാത്തത് ആ മിണ്ടാപ്രാണിയുടെ പ്രാർത്ഥന കൊണ്ടാ. ആ സംഭവത്തിന് ശേഷം രാവിലെ ഇറങ്ങിപ്പോകും. രാത്രി ഇരുട്ടുമ്പോ ആരുടെയും കണ്ണിൽ പെടാതെ വന്ന് കേറി അച്ഛമ്മയുടെ കട്ടലിന് താഴെ പായും വിരിച്ചു കിടന്നുറങ്ങും. ഇപ്പോ ഇവിടുന്ന് അങ്ങനെ വലിയ തീറ്റയും കൂടിയൊന്നുമില്ല. അച്ഛമ്മയുടെ അടുത്ത് എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ച് പറയുന്നത് കാണും. പാവം. മറ്റുള്ളവരുടെ സങ്കടം കാണാൻ മനസ്സുള്ളവർക്ക് ദൈവം നാവ് കൊടുക്കാഞ്ഞത് എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. ചന്ദ്രികാമ്മയല്ലേ അത്? അവരെന്താ ഇരട്ടത്ത് ഒറ്റയ്ക്ക്? ചന്ദ്രികാമ്മയ്ക്ക് എന്തു പറ്റി? ചന്ദ്രികാമ്മേ, ഞാനാ മീനാക്ഷി. ജഗദമ്മയോടൊപ്പം ജോലി ചെയ്യുന്ന മീനാക്ഷി ഇല്ലേ? മീനാക്ഷി മോളോ? എന്താ ഈ സമയത്ത്? ചന്ദ്രികമ്മ എന്താ ഈ നേരത്ത് വീടിന് പുറത്തിരിക്കുന്നേന്ന് നോക്കാൻ വന്നതാ. അത് പിന്നെ ഞാൻ എന്റെ ഒരു സ്നേഹിതയെ കാണാൻ പോയിരുന്നു. ആരോടും ചോദിച്ചിട്ടല്ല പോയത്. തിരിച്ചുപോയി വന്നപ്പോഴേക്കും അവര് വീടും പൂട്ടി പുറത്തുപോയി. അയ്യോ, ഒന്ന് വിളിച്ചു ചോദിക്കായിരുന്നില്ലേ? രണ്ടുപേരെയും പല പ്രാവശ്യം വിളിച്ചതാ. റിങ് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും ഫോൺ എടുക്കുന്നില്ല. മാനത്തെ കൊട്ടാ